നിങ്ങൾ വായ്നാറ്റം കാരണം മറ്റുള്ളവരോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ? നിങ്ങളുടെ കോൺഫിഡൻസിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് ഇത് മാറിയിട്ടുണ്ടോ? നിങ്ങൾ 2 നേരം ബ്രഷ് വെച്ച് പല്ല് ഉരച്ച് തേച്ച് നോക്കി, ഞാൻ ഡെൻറ്റിസ്റ്റിനെ കണ്ട് പല്ല് ക്ലീൻ ചെയ്തു, എന്നിട്ടും എനിക്ക് ഈ പ്രശ്നം മാറുന്നില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പ്രശ്നം ഒരുപക്ഷെ വായിലുള്ളതായിരിക്കില്ല, അത് വയറ്റിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലമായിട്ടും പല റെമഡികൾ നോക്കിയിട്ടും നിങ്ങൾക്ക് ഈ പ്രശ്നം മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആളുകൾക്കുള്ളതാണ് ഈ വീഡിയോ. ഞാൻ ഡോക്ടർ അനഘ സുരേന്ദ്രൻ, ഡോക്ടർ ഹിബ സരോവിയ ഹോമിയോപ്പതി ക്ലിനിക്, പെരിന്തൽമണ്ണ. വായ്നാറ്റം ഉണ്ടാകുന്നത് വായിൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് മാത്രം ചിന്തിച്ചിരിക്കുന്ന കുറേ ആളുകളുണ്ട്. ഇപ്പോഴും വയറിലുള്ള പ്രശ്നങ്ങളും ഇതിന് കാരണമാകാമെന്ന് അറിയാത്ത പല ആൾക്കാരും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ വയറ്റിലെ പ്രശ്നങ്ങൾ വായ്നാറ്റത്തിന് കാരണമാകുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിന് പ്രധാനമായിട്ടും 3 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തേതെന്ന് പറയുന്നത് GERD എന്ന് വെച്ചാൽ ഗ്യാസ്ട്രോ ഈസോഫാഗിയൽ റിഫ്ലക്സ് ഡിസീസ്. ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ടുള്ള നമ്മുടെ ആമാശയത്തിൽ അമിതമായിട്ടുള്ള ആസിഡുകളും ദഹിക്കാതെ കിടക്കുന്ന ഭക്ഷണങ്ങളും പുളിച്ചത് കെട്ടലുകളൊക്കെ നമ്മുടെ മേലോട്ട് കയറി വന്ന് നമ്മുടെ വായിലോട്ട് എത്തുന്നതാണ്. രണ്ടാമതെന്ന് പറയുന്നത് മലബന്ധം. നമ്മുടെ ദഹന വ്യവസ്ഥ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് ആരംഭിച്ച് മലദ്വാരത്തിൽ അവസാനിക്കുന്ന ഒരു കുഴൽ പോലെയാണ് ഈ ദഹന വ്യവസ്ഥ പോകുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ മലബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ, മലം കറക്റ്റായിട്ട് പോവാതെ പഴകിയ മലം കുടലിൽ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം വായിനെ കൂടെ ബാധിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. കാരണം ഇതെല്ലാം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ട്യൂബ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. മൂന്നാമതായിട്ടുള്ളത് എന്ന് പറയുന്നത് അസിഡിറ്റി ഉണ്ടാക്കുന്ന എച്ച് പൈലോറി ബാക്ടീരിയകൾ നമ്മുടെ ആമാശയത്തിൽ അധികമായിട്ടുള്ളതാണ്. ഈ അണുബാധ ഗ്യാസ്ട്രൈറ്റിസിനോട് കൂടെ തന്നെ പല ഗ്യാസുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ഹൈഡ്രജൻ, മീഥേൻ പോലത്തെ ഗ്യാസുകൾ ഉണ്ടാക്കുകയും അത്തരം പ്രശ്നങ്ങളും അല്ലെങ്കിൽ അത്തരം ഗ്യാസുകളും ഈ വായുനാറ്റത്തിന് കാരണമാകാറുണ്ട്. ഈ പ്രശ്നം മാറാനായിട്ട് നമ്മുടെ ജീവിതശൈലിയിലും ഭക്ഷണ രീതിയിലും വരുത്താവുന്ന ചില ക്രമങ്ങളെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രോബയോട്ടിക്കുകൾ ആഹാരത്തിൽ അധികമായിട്ട് ഉൾപ്പെടുത്തുക എന്നുള്ളത്. അതെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. തൈര്, മോര് പോലുള്ള പ്രോബയോട്ടിക്കുകൾ അധികമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിലുള്ള അല്ലെങ്കിൽ കുടലിലുള്ള ചീത്ത ബാക്ടീരിയകളെ നശിപ്പിക്കാനും നല്ല ബാക്ടീരിയകളുടെ എണ്ണം അത് കൂട്ടാനായിട്ടും സഹായിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് പറയാവുന്നത് മലബന്ധം ഒഴിവാക്കുക എന്നുള്ളതാണ്. മലബന്ധം ഒഴിവാക്കാനായിട്ട് എപ്പോഴും നമ്മൾ പറയുന്നത് വെള്ളം നന്നായിട്ട് കുടിക്കുക, അതേപോലെ തന്നെ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ, അതിൽ തന്നെ തവിടുള്ള അരി, പിന്നെ റാഗി, ഓട്സ് പോലത്തെ കാര്യങ്ങളും, പിന്നെ ക്യാരറ്റ്, ആപ്പിൾ, പേരയ്ക്ക പോലുള്ള പഴങ്ങളൊക്കെ അധികമായിട്ട് ഉൾപ്പെടുത്തിയിട്ട് മലബന്ധം ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇനി ധാരാളം വെള്ളം കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ വായിലുള്ള ഉമിനീരിൻ്റെ ഉൽപ്പാദനം കൂടാനും അതുവഴി വായിലുള്ള ബാക്ടീരിയകളെ നശിപ്പിക്കാനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്തതായിട്ട് ഒഴിവാക്കേണ്ട ഒന്നാണ് മധുരം എന്ന് പറയുന്നത്. എപ്പോഴും ഈ ഷുഗർ എന്ന് പറയുന്ന കാര്യം ഈ ബാക്ടീരിയകളുടെ ഗ്രോത്തിന് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബാക്ടീരിയകൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണ് മധുരം എന്ന് പറയുന്നത്. ഈ മധുരം കൂടെ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. വായ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് 2 നേരം വായ അല്ലെങ്കിൽ പല്ല് വൃത്തിയാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ നാക്ക് കൂടെ വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഈ ചില ആളുകൾക്ക് നാക്കിൻ്റെ അറ്റത്ത് അല്ലെങ്കിൽ നാക്കിൻ്റെ ഉൾഭാഗത്ത് ചില വെള്ള കളറിലുള്ള പാട പോലെ കാണാറുണ്ട്. ഇത് ഫംഗസ് ഗ്രോത്ത് അല്ലെങ്കിൽ വയറിൻ്റെ ഉള്ളിലുള്ള ഫംഗസ് ഗ്രോത്ത് അല്ലെങ്കിൽ ബാക്ടീരിയ ഗ്രോത്തിനൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നാക്കും കൂടെ വൃത്തിയാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി പ്രകൃതിദത്തമായിട്ട് ഈ വായുനാറ്റം അകറ്റാനായിട്ട് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് പറഞ്ഞു തരാം. ഭക്ഷണത്തിന് ശേഷം ഗ്രാമ്പുവോ ഏലക്കയോ ഒരു പിടി വായിലിട്ട് ചവയ്ക്കുന്നത് താൽക്കാലികമായിട്ടും വായിലെ ദുർഗന്ധത്തിന് ഒരാശ്വാസം നൽകും. അതേപോലെ തന്നെ ഉപ്പ് വെള്ളം കവിൾക്കൊള്ളുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അടുത്തതായിട്ട് ഉപയോഗിക്കാവുന്നത് ഇഞ്ചി നീരും നാരങ്ങ നീരുമാണ്. ഇഞ്ചി നീരിൽ അടങ്ങിയിരിക്കുന്ന ജിഞ്ചറോൾ 6 എന്ന് പറയുന്ന ഘടകം ഉമിനീരിലുള്ള എൻസൈമുകളെ ഉൽപ്പാദിപ്പിച്ച് ഈ വായിലുള്ള അണുക്കളെയൊക്കെ അകറ്റാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ അല്പം ഇഞ്ചി നീരോ അല്ലെങ്കിൽ അല്പം നാരങ്ങ നീരോ ചൂടുവെള്ളത്തിൽ കലക്കിയതിന് ശേഷം അത് വായ കഴുകാൻ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അത്
വെള്ളത്തോടെ കുടിക്കുകയോ ചെയ്യാം. അടുത്തതായി ഉപയോഗിക്കാൻ പറ്റുന്നത് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷം 1 ടീസ്പൂൺ വായിലിട്ട് ചവച്ചരച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് ദഹനത്തിനും വളരെ നല്ലതാണ്, അതേപോലെ തന്നെ വായിലുള്ള അണുക്കളെ നശിപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. അടുത്തതായിട്ടുള്ളത് കറുവപ്പട്ടയാണ്. കറുവപ്പട്ടയുടെ ഒരു കഷ്ണം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അത് തണുക്കാൻ വെക്കുക. ഈ തണുത്ത വെള്ളം ഒരു മൗത്ത് വാഷായിട്ട് ഉപയോഗിക്കാം. വയറ്റിൽ ആസിഡ് കുറഞ്ഞതുകൊണ്ട് ദഹനം കറക്റ്റായിട്ട് നടക്കാതെ ഉള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനെഗർ ഇതേപോലെ വെള്ളത്തിൽ ചേർത്ത് കുടിക്കുന്നത് നല്ലതാണ്. അടുത്തതായി അല്പം കടുകെണ്ണയിൽ 1 നുള്ളു ഉപ്പ് ചേർത്ത് അത് മോണയിലും പല്ലിലും തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം 5 മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളയാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ മാറുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കാണിക്കുക. നിങ്ങളുടെ ഈ വായ്നാറ്റത്തിനുള്ള പ്രശ്നത്തിനുള്ള കാരണം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.